ഹലോ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കഥ എൻ്റെയാണ്. എൻ്റെ പേരാണ് നോവ. ഇന്നത്തെ കുട്ടിക്കഥ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് രേഷ്മയ്ക്ക് വേണ്ടിയാണ്. രേഷ്മയുടെ ഫേവറേറ്റ് ആണ് ഇത്ര യൂണിക്കോൺ. സോ നമുക്ക് കഥ കേട്ടാലോ? കുട്ടിക്കഥ 11, നോവ ആൻഡ് ദ ലോസ്റ്റ് ലൈറ്റ്. മിന്നുന്ന വാലിയായ ഗ്ലിമ്മർവുഡിൽ യൂണിക്കോണുകൾ ചന്ദ്രപ്രകാശത്താൽ തിളങ്ങിയിരുന്നു. അവർക്ക് പ്രകാശം തന്നിരുന്നത് മൂൺസ്റ്റോൺ എന്ന വലിയൊരു മരമായിരുന്നു. ഒരു രാത്രി മൂൺസ്റ്റോൺ മരം പ്രകാശം തന്നില്ല. അവർക്കെല്ലാം പേടിയായി. അവരുടെ പ്രകാശമെല്ലാം മങ്ങുന്നതായി അവർ ശ്രദ്ധിച്ചു. ഇതിനെന്തേലും പരിഹാരമുണ്ടാകും നോവയ്ക്ക് തോന്നി. അവൾ മൂടൽമഞ്ഞ് നിറഞ്ഞ വനത്തിലൂടെ തനിച്ച് യാത്ര തിരിച്ചു. നഷ്ടമായ വെളിച്ചം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വിളക്ക്, അതായിരുന്നു നോവയുടെ ലക്ഷ്യം. യാത്രാമധ്യേ അവൾ സംസാരിക്കുന്ന ഒരു അണ്ണാനെ കണ്ടു. അവന്റെ പേര് സിൻ എന്നായിരുന്നു. സിൻ അവളോട് പറഞ്ഞു, നോക്കൂ, ഇങ്ങനെ അത്ഭുത വിളക്ക് അന്വേഷിച്ചു പോയ പല യൂണിക്കോണുകളും തിരിച്ചു വന്നിട്ടില്ല. നോവ മറുപടി പറഞ്ഞു, വെളിച്ചം എല്ലാവർക്കും അത്യാവശ്യമാണ്. അത് കണ്ടെത്താതെ ഞാൻ തിരിച്ചു പോകില്ല. ഇത് കേട്ട സിന്നും അവളുടെ കൂടെ കൂടി. അവർ മഞ്ഞു മൂടിയ താഴ്വരയിലൂടെ നടന്നു. അവർക്ക് പല കാര്യങ്ങളും നേരിടേണ്ടി വന്നു. അവർ ആദ്യം നേരിട്ടത് നദി കടക്കുക എന്നതായിരുന്നു. വലിയ താമരയിലകളിലൂടെ വേണമായിരുന്നു നദി കടക്കാൻ. ധൈര്യം സംഭരിച്ച് രണ്ടുപേരും ചാടിക്കടന്നു. പിന്നീട് അവർ നേരിട്ടത് ഒരു കിടാവിളക്കിന്റെ സൂചനകളെയാണ്. അതെല്ലാം കോർത്തിണക്കിയപ്പോൾ നോവയ്ക്ക് മനസ്സിലായി എവിടെയാണ് അത്ഭുത വിളക്കുള്ളതെന്ന്. അങ്ങനെ അവർ അവിടേക്ക് പുറപ്പെട്ടു. നഷ്ടപ്പെട്ട വെളിച്ചം ഒരു വലിയ കുഴിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു നിഴൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഏത് യൂണിക്കോണാണോ തന്റെ തിളക്കം പൂർണ്ണമായി നൽകുന്നത് അവർക്ക് ഈ വെളിച്ചം കൊണ്ടുപോകാം. ഒന്നും ആലോചിക്കാതെ തന്നെ നോവ അതിന് സമ്മതിച്ചു. അങ്ങനെ അവന്റെ തിളക്കം പൂർണ്ണമായും എടുത്തു കളഞ്ഞു. സിന്നിന് അത് കണ്ട് സങ്കടമായി. എന്നാലും തന്റെ കൂട്ടുകാരന്റെ ധൈര്യത്തെ അവൻ പ്രശംസിച്ചു. അങ്ങനെ വീണ്ടും മൂൺസ്റ്റോൺ മരം പ്രകാശിച്ചു. ഗ്ലിമ്മർവുഡ് വാലി പ്രകാശത്താൽ നിറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും നോവയ്ക്ക് നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, ത്യാഗം വളരെ വലിയ ശക്തിയാണ്. ഹായ് കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള കഥകൾ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ താഴെ കമന്റ് ചെയ്യൂ. അടുത്ത ദിവസത്തെ കഥ നിങ്ങളുടേതായിരിക്കും. ബായ് കൂട്ടുകാരെ.